റിപ്പോർട്ടർ SIT ഫോളോ അപ്പ് വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് പെരുവഴിയിലായി PMAY ഗുണഭോക്താക്കൾ. കേരളത്തിൽ ഇതുവരെ 44,689 പേരെയാണ് PMAY ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തത്. ഇതിൽ 27,175 വീടുകൾക്ക് മാത്രമാണ് ഒന്നാം ഗഡു തുക നൽകിയത്. ബ്ലോക്ക് കണക്ക് പ്രകാരം 3,854 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായതിൽ 3,501 വീടുകൾക്ക് 3-4 ഗഡുക്കൾ നൽകിയിട്ടില്ല എന്നും കണക്കുകൾ വ്യക്തമാകുന്നുണ്ട്. അതേസമയം PMAY ഗുണഭോക്താക്കളായ ആദിവാസി വിഭാഗത്തിനും ഫണ്ട് നൽകിയിട്ടില്ല. ആദ്യ ഗഡു ലഭിച്ചപ്പോൾ നിർമ്മിച്ച ഫൗണ്ടേഷന് സമീപം ഷെഡ് കെട്ടിയാണ് കുടുംബങ്ങളുടെ താമസം. തിരുവനന്തപുരം തൊളിക്കോട് പഞ്ചായത്ത് 10ാം വാർഡിലെ കൃഷ്ണകുമാരിയുടെ അവസ്ഥ അതിദയനീയമാണ്. ഇത് എത്ര നാളായി തറയിട്ടിട്ട്? ഇത് 1 വർഷമായി. ഈ 1 വർഷമായപ്പം പിന്നെ പൈസ കിട്ടാതെ വന്നപ്പോഴത്തേക്കും മോള് പിന്നെ ഈ സ്ഥലം പിന്നെ ക്യാരിയൊക്കെ ഇടിച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചാണ് ഇത് വെച്ച് കിട്ടിയത്. പിന്നെ പൈസ കിട്ടിയിട്ടില്ല? ഇല്ല, പൈസ കിട്ടാതെ ഇത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി കിടക്കുകയാണ്. എന്താ പഞ്ചായത്ത് മെമ്പറോടൊക്കെ ചോദിക്കും പറയുന്നത്? പെട്ടെന്ന് നിങ്ങൾ കെട്ടി ഉടനെ പൈസ വാങ്ങിച്ച് തരാം എന്നാണ് അവർ പറയുന്നത്. സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞത് ഒരു കൊച്ചുമോളാന്ന് തോന്നുന്നു. അത് കൊച്ചുമോളാണ് ഇവൻ്റെ നേരെയുള്ളത്. എന്തുപറ്റി? അത് അവൾ +2 പഠിച്ചുകൊണ്ട് നിന്നു. അവൾക്ക് പെട്ടെന്ന് വീട് വയ്ക്കാത്തതിനെ കൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് ചുറ്റുമടത്തിൽ കിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാണ് അവൾ അത് കയറി. അത്രയ്ക്ക് ഭയങ്കര വിഷമം. എത്ര നാളായി? അവൾ ഇച്ചിരി 4 മാസമായത്. അത്രയ്ക്ക് വിഷമമാണ്. നിങ്ങളെല്ലാവരും ഒരു ഷെഡിലായിരുന്നു കിടന്നുണ്ട്? എല്ലാവരും ഒരു ഷെഡിൽ കിടന്നു. ഷെഡിലെ ജീവിതത്തിൽ മനംനൊന്ത ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുകൂടിയാണ് അവരുടെ മുത്തശ്ശി പറയുന്നത്. സമീപത്തെ ഷെഡിൽ വെച്ച് കൊച്ചുമകൾ 4 മാസം മുമ്പാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അവർ വിവരിച്ചിരിക്കുന്നത്. MG പ്രതീഷും റഹീസ് റഷീദും ഉണ്ട്. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, ഇപ്പോൾ ആദിവാസി വിഭാഗത്തിന് PMAY ഫണ്ടേ നൽകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന ആ സ്ത്രീ, അവരും ഇപ്പോൾ ഷെഡിൽ കഴിയുകയാണ്. ഈ പണി തുടങ്ങുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വീട് പൊളിച്ചവരുടെ വാർത്ത ഇന്നലെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പാതി വഴിയിലായ വീടുകൾ, മേൽക്കൂരയില്ലാത്ത വീടുകൾ, അവർക്ക് താമസിക്കാൻ ഒരു തരത്തിലും ബാക്കി ഫണ്ട് നൽകുന്നുമില്ല. എന്താണ് ഇന്ന് കാണാനായത്? എത്ര പേർ ഈ സാഹചര്യത്തിലുണ്ട് റഹീസ്? സ്മൃതി, ഈ PMAY പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിന് 4 ലക്ഷം രൂപ നൽകുമ്പോൾ ആദിവാസികൾക്ക് 6 ലക്ഷം രൂപയാണ് ഈ പദ്ധതി വഴി നൽകുന്നത്. പക്ഷേ അവർക്കും സാധാരണഗതിയിൽ ഇത്തരം പ്രോജക്റ്റുകൾ വരുമ്പോൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മുൻഗണന കൊടുക്കാറുണ്ട്. അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് ആദ്യം അവർക്ക് ഫണ്ടുകളും മറ്റും നൽകുന്നതാണ് ഒരു രീതി. പക്ഷേ ഇവിടെ ഈ PMAY പദ്ധതിയിൽ അവർക്കും പണം കൊടുത്തിട്ടില്ല. ആദ്യം കൊടുത്ത 48,000 രൂപ മാത്രമാണ് ആദിവാസി വിഭാഗത്തിലുള്ള ആളുകൾക്കും കൊടുത്തത്. നമ്മൾ പോയത് കൃഷ്ണകുമാരിയുടെ തൊളിക്കോട്ടെ 10ാം വാർഡിലുള്ള കൃഷ്ണകുമാരിക്ക് തറയിട്ട ആദ്യം കിട്ടിയ 48,000 രൂപയ്ക്ക് തറയിട്ട സ്ഥലത്താണ്. അവരെ സംബന്ധിച്ച് ഒരു റോഡിൻ്റെ അക്കരെ ഇക്കരെ തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടി ആ ഷെഡിൽ കൃഷ്ണകുമാരി, മകള്, 3 കുട്ടികൾ എന്നിവർ ഒറ്റ ഷെഡിൽ, ഒരു ചെറിയൊരു കുഞ്ഞു ഷെഡിൽ താമസിക്കുന്ന ഒരു അവസ്ഥയാണ്. 4 മാസം മുമ്പാണ് ഈ കൃഷ്ണകുമാരിയുടെ കൊച്ചുമകൾ +2 പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവർ ആത്മഹത്യ ചെയ്തത്. അതിൽ കൃഷ്ണകുമാരി പറയുന്നത് ആ ഒരു കുടിലിൽ ഒരുമിച്ച് താമസിക്കുന്നതും ഒരു സ്വന്തമായ ഒരു വീടില്ലാത്തതിൻ്റെയും ഒരു വിഷമം ആ കുട്ടിക്കുണ്ടായിരുന്നു. അതുകൂടിയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ്. നമ്മൾ സർക്കാർ സംവിധാനങ്ങളുമായി തൊളിക്കോട് പഞ്ചായത്തുമായി ഒക്കെ സംസാരിക്കുമ്പോൾ പഞ്ചായത്തിന് പ്രത്യേകമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. മൊത്തം ഫണ്ടിൽ ആകെ 48,000 രൂപ മാത്രം കൊടുത്തു. ചെറുതായി ഒരു വീട് പോലെ ഉണ്ടായിരുന്ന ഒരു ഷെഡിലായിരുന്നു മുമ്പ് താമസിച്ചിരുന്നത്. അത് പൊളിച്ചു കളയുകയും ചെയ്തു. ഇനി എന്ത് എന്ന് അവർക്ക് ആർക്കും അറിയാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട് സ്മൃതി. ഏറ്റവും ദയനീയമായ അവസ്ഥ തന്നെയാണുള്ളത്. MG പ്രതീഷ് കൂടിയുണ്ട്. പ്രതീഷ്, ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് പണം നൽകിയില്ല എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുമ്പോൾ ഗുണഭോക്താക്കളായി ഇതുവരെ 44,689 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിൽ പലർക്കും 1ാം ഗഡു മാത്രമാണോ കിട്ടിയിട്ടുള്ളത്? ഇപ്പോൾ എത്ര കുടുംബങ്ങൾ ഇപ്പോൾ പാതി വഴിയിൽ, അതായത് പണം ആദ്യ ഗഡു നൽകി പാതി വഴിയിലായി നിൽക്കുന്നു പ്രതീഷ്?
ആ സ്മൃതി, PMAY പദ്ധതി പ്രകാരം 44,689 വീടുകൾക്കാണ് നിലവിൽ എഗ്രിമെന്റ് വച്ചിരിക്കുന്നത്. പക്ഷേ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ആ പദ്ധതിയിൽ എത്രത്തോളം പ്രതിസന്ധി ഉണ്ടെന്ന് മനസ്സിലാകും. കാരണം 44,689 ഗുണഭോക്താക്കളിൽ നിലവിൽ ഒന്നാം ഗഡു ലഭിച്ചിരിക്കുന്നത് 27,175 പേർക്ക് മാത്രമാണ്. മാത്രമല്ല 17,514 വീടുകൾക്ക് ഒന്നാം ഗഡു പോലും നൽകിയില്ല എന്നതാണ് സർക്കാരിന്റെ തന്നെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാം ഗഡു നൽകിയത് വെറും 5,004 വീടുകൾക്ക് മാത്രമാണ്. മൂന്നാം ഗഡു 353 വീടുകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ബ്ലോക്കുകളുടെ കണക്ക് പ്രകാരം 3,854 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി എന്നതാണ്. പക്ഷേ അതിൽ ഈ കണക്ക് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ പൂർത്തിയായ വീടുകൾക്ക് പോലും 3ഉം 4ഉം ഗഡുക്കൾ നൽകിയിട്ടില്ല എന്നതാണ്. ആളുകൾ സ്വന്തം നിലയ്ക്ക് പണം വാങ്ങി അല്ലെങ്കിൽ പണം കണ്ടെത്തി വീട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്കിപ്പോഴും 3-4 ഗഡുക്കൾ ലഭിക്കാനുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്നുണ്ട്. നേരത്തെ റഹീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവരുടെ കൈവശം ഫണ്ടില്ല. കാരണം ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ പണം ചെലവാക്കേണ്ടത് ബ്ലോക്കുകളാണ്. 1,12,000 രൂപയാണ് ഓരോ കുടുംബത്തിനും ഓരോ വീടിനും നൽകേണ്ടത്. പക്ഷേ അവരുടെ നിലവിൽ കയ്യിൽ ഫണ്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ പദ്ധതി എപ്പോൾ പൂർത്തീകരിക്കും, ഈ വീടില്ലാത്തവർക്ക് എപ്പോൾ പണം കിട്ടുമെന്ന കാര്യത്തിൽ വലിയ അവ്യക്തത തുടരുകയാണ്. ഈ പല രീതിയിൽ വായ്പ എടുത്തുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇനിയും കാലതാമസം എടുക്കുമെന്നതാണ് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എത്ര പേരാണ് പെരുവഴിയിൽ കഴിയുന്നത്?